ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻക്ലെക്സ് ആറിൻ്റെ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനും എന്താണെന്ന് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ക്ലയൻറ്റ് ഇസ് അഡ്മിറ്റഡ് വിത്ത് ലെഫ്റ്റ് സൈഡഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് സൈഡഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻ്റ് ആണ്. ഇൻ അസസിങ് ദ ക്ലയൻറ്റ് ഫോർ എഡിമ അസസ് ചെയ്യുമ്പോൾ ദ നഴ്സ് ഷുഡ് ചെക്ക് ദ ഫീറ്റ്, നെക്ക്, ഹാൻഡ്സ്, സേക്രം. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫീറ്റ് ആണോ, നെക്ക് ആണോ, ഹാൻഡ്സ് ആണോ, സേക്രം ആണോ ചെക്ക് ചെയ്യേണ്ടത് എഡിമയ്ക്കായിട്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് അറിഞ്ഞിരിക്കണം. ലെഫ്റ്റ് സൈഡഡ് ഏതാണ്, റൈറ്റ് സൈഡഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, സോ നമുക്ക് ആദ്യം കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, സോ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പം ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്തു എന്നൊന്നും അല്ല മീൻ ചെയ്യുന്നത്. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യാൻ ഹാർട്ടിന് കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ബോഡിക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് എത്തിച്ചു കൊടുക്കാൻ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ കഴിയാതെ വരിക. അത് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് കേട്ടോ, കുറച്ചൊക്കെ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ബട്ട് അത് ഇനഫ് ആയിരിക്കില്ല ബോഡി ഓർഗൻസിന്. ഓക്കെ, സോ അതാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് ഇതുള്ളത്, ലെഫ്റ്റ് സൈഡഡും റൈറ്റ് സൈഡഡും. ഇത് ഓരോന്നും എന്താണെന്നും ഇതിന്റെ ഡിഫറൻസും നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാം. ലെഫ്റ്റ് സൈഡഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നതും, റൈറ്റ് സൈഡഡ് എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിന് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നതുമാണ്. ഓക്കെ, സോ റൈറ്റ് സൈഡഡ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു റൈറ്റ് വെൻട്രിക്കിളിന് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് ലങ്ങിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ് റൈറ്റ് സൈഡഡ്. ഓക്കെ, സോ ഈ ബ്ലഡ്സ് ലങ്സിലോട്ട് എത്തുന്നില്ല. അപ്പം വെയിൻസിലൊക്കെ ഇങ്ങനെ ബാക്കപ്പ് ആയിട്ട് ബ്ലഡ് നിൽക്കുന്ന കാരണം സ്വെല്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആംഗിൾസ്, ലെഗ് സ്വെല്ലിംഗ് ഒക്കെ. ഓക്കെ, ഇത് റൈറ്റ് സൈഡിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് വെൻട്രിക്കിളിന് ആവശ്യത്തിനുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുമ്പോൾ നമ്മുടെ ലങ്സിൽ ബ്ലഡ് ബാക്കപ്പ് ആയി നിൽക്കുകയാണ്. ഓക്കെ, സോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും. ബ്ലഡ് ബാക്കപ്പ് ആയിട്ട് ലങ്സിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ഹാർട്ട് ഫെയിലിയറിനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. സോ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആൽക്കഹോളിസം, സ്മോക്കിംഗ്, ഡയബറ്റിസ്, അതുപോലെ തന്നെ സ്ലീപ്പ് ഏപ്നിയ, ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് വരുമ്പം ഇതൊക്കെ ഹാർട്ട് ഫെയിലിയറിന്റെ കോമൺ കോസസ് ആണ്. ഇത് മാത്രമല്ല ഹൈ ബ്ലഡ് പ്രഷർ, കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു ഹാർട്ട് ഫെയിലിയറിന് കേട്ടോ. അരിത്മിയ, കാർഡിയോമയോപ്പത്തി, ഇതൊക്കെ ഹാർട്ട് ഫെയിലിയറിന്റെ കാരണങ്ങളാണ്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ: ഒന്ന് ആൽക്കഹോളിസം, ഒബേസിറ്റി, സ്മോക്കിങ്ങിന്റെ യൂസ്, അതുപോലെ തന്നെ ഡയബറ്റിസ്, ഹാർട്ട് അറ്റാക്ക്, കൊറോണറി ആർട്ടറി ഡിസീസ്, അരിത്മിയ, ഹൈ ബ്ലഡ് പ്രഷർ, ഓക്കെ, COPD, കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. ആർക്കൊക്കെയാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? ഓക്കെ, ഹു ആർ അറ്റ് റിസ്ക് എന്ന് നമുക്ക് നോക്കാം. സോ പീപ്പിൾ ഹു ആർ എബവ് 65 years old, അതായത് എൽഡർലി ക്ലയൻസിന് ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഒബേസിറ്റി, ഇതൊക്കെ ഹാർട്ട് ഫെയിലിയറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ചില മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് HIV, അതുപോലെ തന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹാർട്ട് ഫെയിലിയറിന്റെ സിംറ്റംസ് എന്ന് നോക്കാം. ഓക്കെ, ഹാർട്ട് ഫെയിലിയറിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സൈഡാണ് അഫക്റ്റഡ് ആയിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡഡ് ആണോ റൈറ്റ് സൈഡഡ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ സിംറ്റംസ് വരിക. ഓക്കെ, സോ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് എഡീമയാണ്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഈ ഫ്ലൂയിഡും ബ്ലഡും ഒക്കെ വെയിൻസിലും അതുപോലെ തന്നെ ലങ്സിലൊക്കെ ബാക്കപ്പ് ആയി നിൽക്കുന്നതുകൊണ്ട് എഡീമ സംഭവിക്കാം. അത് പല പാർട്ടിലാണ് എഡീമ: ആംഗിൾസ്, അതുപോലെ തന്നെ നെക്ക് വെയിൻസ്,
ഫീറ്റ്, ഇവിടെയൊക്കെ നമുക്ക് സ്വെല്ലിങ് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലങ്സിൽ ബ്ലഡ് ബാക്കപ്പ് ആകുമ്പം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാകാം, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം, അതുവഴി COPD ഉണ്ടാകാം, നേരെ കിടക്കാൻ കഴിയാതെ വരിക, ഓക്കെ, സ്ലീപ്പിംഗ് ഫ്ലാറ്റ്, അതായത് സുപ്പൈൻ പൊസിഷനിൽ ഉറങ്ങാനൊന്നും സാധിക്കാതെ വരിക, ഓക്കെ. സോ സുപ്പൈൻ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുക, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോസിയ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്, ഓക്കെ. സോ ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ആദ്യമൊക്കെ സിംറ്റംസ് ഉണ്ടാകുക. ആദ്യമൊക്കെ ടയേർഡ്നെസ് ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലോലി ആണ് ഇത്, ഗ്രാജ്വലി ആണ് ഇത് വേഴ്സൺ ആകുന്നത്, ഓക്കെ. നൗ ഹാർട്ട് ഫെയിലിയർ ഡയഗ്നോസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോ കാർഡിയോഗ്രാം, എക്കോ കാർഡിയോഗ്രാം, എക്സ്റേസ്, CT സ്കാന്, സിംറ്റംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോർമലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഓക്കെ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഓക്കെ. ഇതുവഴിയൊക്കെയാണ് ഇത് നോർമലി ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ എന്താണെന്നൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യന്റ് ആണ്, എഡിമ എവിടെയാണ് അസസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഓക്കെ. സോ എവിടെയാണ് എഡിമ അസസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്കാണ്, ഓക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ജുഗുലാർ വെയിൻ്റെ ഡിസ്റ്റൻഷൻ ആണ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിനുണ്ടാകുന്ന ഒരു വൺ ഓഫ് ദ മേജർ സിംറ്റം എന്ന് പറയുന്നത്, ഓക്കെ. ജുഗുലാർ വെയിൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നെക്കിലല്ലേ. സോ അതിന്റെ ഡിസ്റ്റൻഷൻ കാരണം നെക്ക് സ്വെല്ലിങ്, നെക്കിൽ എഡിമയുണ്ടോ എന്ന് ഒരു നേഴ്സ് ചെക്ക് ചെയ്യണം, എവിടെ? ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ, ഓക്കെ. ആൻഡ് മറ്റു പാർട്ടിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫീറ്റും ആംഗിളും ഒക്കെ, അല്ലെങ്കിൽ അതർ ബോഡി പാർട്ടിലുള്ള എഡിമ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ജുഗുലാർ വെയിന്റെ എഡിമയാണ്, ഓക്കെ. സോ അതുകൊണ്ട് എയും സിയും ഡിയും ഇൻകറക്റ്റ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, ഓക്കെ. സോ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, സിംറ്റംസും കോസസും പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസും പറഞ്ഞു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ നമ്മൾ എഡിമ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി ജുഗുലാർ വെയിന്റെ ഡിസ്റ്റൻഷൻ, അതുകൊണ്ട് നെക്കിലാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ബോഡി പാർട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലാണ്, ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.